الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ജീവനത്തെ എല്ലാ ഭാഗത്തിലും അള്ളാഹുരെ സൂക്ഷിച്ചിട്ട് ಜೀವನಾಕೊಂಡು ಚೊಂತು ಸ್ವಂತ ನಫ್ಸರೆ ಮರ್ಕಂటే ಓರೋತಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕ್ಕೊಂಡಿಲ್ಲ, ವಸಿಯತ್ ಹಾಕ್ಕೊಂಡಿಲ್ಲ. മരിക്കുന്നവർത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഭയപ്പെട്ട് ജീവനാക്കടെ യഥാർത്ഥ മുത്തഖ്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ, ഇന്നത്തെ ഖുതുബത്തെ വിഷയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ സംബന്ധിച്ചിട്ടായിരിക്കും. എത്ര കേട്ടെങ്കും ജീവനത്തിൽ ഈമാനികമായിട്ട് ഒരു ആവേശത്തിൻ്റെ ഒരു ചരിത്രമായിട്ടേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം കേൾക്കുമ്പോഴത്തോളം അള്ളാഹുടെ ഈമാനും ആ തൗഹീദിന്റെ പ്രകാശം അത് മനസ്സിൽ യാറായിട്ട് പോണ്ടേ. അതേപോലെ ഈ ചരിത്രം കേൾക്കുമ്പം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതു രൂപത്തിൽ അവൻ പരീക്ഷ നേരിടും ചൊന്തു പഠിപ്പാത്തിന്റെ ഒരു ചരിത്രമായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാത്തേണ്ടത് മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളെ അബ്ബായ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിങ്ങൾ പിൻപറ്ററുണ്ടു വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ആഹ്വാനത്തുണ്ട്. അള്ളാഹുടെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് ആ വിഷയത്തെ ആഹ്വാനത്തുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം കൊടുക്കുക. കാരണം അത്രമാത്രം ഒരു വലിയ ഒരു മാർഗമായി തിക്കർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവനത്തെ മാർഗം. ആ മാർഗത്തില് രണ്ട് വിഷയം ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക സാധ്യമാവും. അതിൽ ഒന്നാമത്തെ വിഷയം തൗഹീദിനെ
ತೌಹೀದ್ಗೆ ಎದುರಾಯ್ತುಲ್ಲೆ ಶಿರ್ಕ್ನ ವಿರುದ್ಧಮಾಯ್ತುಲ್ಲೆ ಹೋರಾಟಮೈತಿಕ್ಕರು. തൗഹീദ് ആൽമാർഗ് എത്തുന്നു, നരകത്തിൽ നിന്നങ്ങ് രക്ഷപ്പെടുന്നു. താത്കാലികമായ ദുനിയാവുടെ ജീവിതമല്ല മനുഷ്യകുള്ളത്. ബദലായിട്ട് ശാശ്വതമായ ഒരു ജീവന മനുഷ്യന്റെ മുന്നിൽ കടന്നു പറഞ്ഞു ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപാട്ടി കൊടുത്ത. അപ്പൊ ആ ശാശ്വതമായിട്ട് ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഗന്ധനുണ്ടായെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എത്തിக்கிறവನು അള്ളാഹുടെ ഏകത്വത്തിൽ അടിവരച്ച് വിശ്വാസിച്ചത് ജീവനാക്കണം. തൗഹീദിനെ നാവ് കൊണ്ട് മാത്രമല്ല കൽബ് കൊണ്ട് ഉറപ്പിച്ചിട്ടവന് ജീവനാക്കണം. ആ ഒന്നാമത്തെ തൗഹീദിനെ ആ വിഷയത്തിക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തൗഹീദിനെ തന്റെ കുടുംബത്തിനും തന്റെ റായത്തുക്കും തന്റെ റായത്തെ നേതൃത്വം വഹിച്ചിട്ടുള്ള രാജാവുകും ഒരു രൂപത്തിലെ തന്റെ ജീവിതത്തെ ഓർത്ത് പേടിക്കാണ്ടെ ആ തൗഹീദിന്റെ മാർഗത്തെ അങ്ങനെ ആ ആൾമാരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചിട്ട് ആ മാർഗത്തിക്ക് അത് തുടങ്ങണമേ തന്റെ കുടുംബത്തിൽ നിന്ന് എത്തിക്കരുത്. കാരണം കുടുംബത്തിൽ തുടങ്ങുകയില്ല. കാരണം എന്ത് ചൊന്നിട്ടെങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അബ്ബായ ആസർ വിഗ്രഹം മൂർത്തിങ്ങളെ ഉണ്ടാക്കിയിട്ട് അതിനെ കച്ചവടാക്കിന്നെ ഒരാളെത്തിക്കരുത്. എന്നിട്ട് തന്റെ പ്രബോധനത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങണമേ തന്റെ അബ്ബൽ നിന്ന് എത്തിക്കരുത്. കാരണം ഇത് സത്യവിശ്വാസിക്ക് പഠിക്കുള്ള ഒരു വിഷയമുണ്ട്. തൗഹീദ് ഉൾക്കൊണ്ടിട്ടുള്ള ഏതോ ഒരു മനുഷ്യക്ക് മനസ്സിലാക്കുള്ള ഒരു വിഷയ ഹക്ക് മനസ്സിലായിട്ട് സത്യം മനസ്സിലായിട്ട് അള്ളാന്റെ ഏകത്വത്തെ കുറിച്ചിട്ട് മനസ്സിലായാൽ പിന്നെ ഒന്നാമതായിട്ട് അവൻ പ്രബോധനാക്കുള്ളത് അവന്റെ കുടുംബത്തൊട്ടിಗೆ എത്തിക്കരുത്. ഒരു നാളല്ല, രണ്ട് നാളല്ല, മരിക്കിടോർത്തോളം ഈ മാർഗത്തിന് കുടുംബത്തെ ആഹ്വാനാക്കണം. ചിലപ്പോ മക്ക, ചിലപ്പോ അബ്ബുമ്മ, ചിലപ്പോ പെഞ്ഞായി, ചിലപ്പോ മാപ്പിള ശിർക്കൻ വിശ്വാസത്തില് അടിവച്ചിട്ട് ജീവനാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് ഒരു പക്ക ചൊന്തു രണ്ട് പക്ക ചൊന്തു അങ്ങ് കേക്കില്ല ചൊന്തു മുണ്ടതിക്കലല്ല, ബദലായിട്ട് മരണത്തോളം ആ മാർഗത്തിന് അങ്ങനെ ഹിക്മത്തോടു കൂടി ആഹ്വാനാക്കുവായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം നമുക്ക് പഠിപ്പാട്ടേണ്ടത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ അബ്ബ വിഗ്രഹാക്കൊണ്ടുള്ള അബ്ബടെ ഇബ്രാഹിം നബി വിളിക്കുന്ന രീതി അങ്ങനെ ചൊന്നിട്ടെങ്കിൽ കർക്കശമായ ശബ്ദത്തിലല്ല, അതും കൂടി ഞങ്ങൾ പഠിക്കണം. ഒരു മനുഷ്യന്റെ തൗഹീദിനെ ഞങ്ങൾ എത്തുപാട്ടുമ്പോ മാന്യമായിട്ടുള്ള പലക്കത്ത് കൊണ്ട് ഹിക്മത്തോട് കൂടി അങ്ങനെ ഈ മാർഗത്തെ ആഹ്വാനാക്കണം. വിഗ്രഹ ಹಾಕಿಟ್ಟು ಆರಾಧಿಸೊಂಡು ಅದರ ಬಿಟ್ಟುಂಟು ಅದರ ಕಚ್ಚೋಡನಾಕಿಯುಂಟು തന്റെ അബ്ബടെ ഇബ്രാഹിം നബി വിളിക്കരെ ഇത് ഖാലലി അബീഹി യാ അബതി ഏ നന്റെ അബ്ബ അങ്ങനെ ഇട്ടിക്കരെ ഇബ്രാഹിം നബി വിളിക്കരെ എന്നെയും ജോറാക്കിട്ട അല്ലെങ്കിൽ അബ്ബക്ക് ഇഷ്ടമില്ലാത്ത പലക്ക് ചൊന്തല്ല ഇബ്രാഹിം നബി ആഹ്വാനാക്കരെ യാ അബതി ഏ നന്റെ പിർസത്തെ അബ്ബ ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ കേൾക്കുകയാവാത്തിದ್ರೆ നോക്കുകയാവാത്തിದ್ರೆ ഒരു ഉപകാരമാക്കുകയാവാത്തിದ್ರೆ നിങ്ങൾ എന്തിക്ക് ആരാധിക്കൂ റബ്ബ യാ അബതി പാഠം വിളിക്കറേ എന്റെ പിച്ചത്തെ അബ്ബ ലാ തഅബുദി ശൈത്താൻ ശൈത്താനെ നിങ്ങൾ ആരാധിക്കണ്ട അബ്ബ നല്ല ഗുണകാംശയോട് കൂടി ഇബ്രാഹിം നബി ചൊല്ലിത്തിക്കർ തന്റെ അബ്ബട്ടിക്ക് ആ ഇബ്രാഹിം നബിയുടെ അബ്ബ ഇബ്രാഹിം നബിയുടെ ബൽത്ത് പ്രയാസത്തെ സഹിച്ചത് ബുദ്ധിമുട്ടിനെ സഹിച്ചത് എന്നെങ്കിലും അള്ളാഹു നക്ക് തന്നെ ഈ ഉത്ബോധനയുടെ ഈ സന്ദേശത്തെ നന്റെ പ്രയാസ ബന്ധു ബുദ്ധിമുട്ട് സഹിച്ചിട്ട് നന്റെ പിർസപ്പാട് നോക്കി നന്റെ അബ്ബടെ അബ്ബ ഈ അബ്ബ നാളെ നന്റെ കണ്ണെഴുതുന്ന നരകത്ത് കടന്നു പോണു തീരാ ചൊന്തു ആ തീയിൽ പ്രയാസ അനുഭവിക്കുക തീരാ ചൊന്തു യാ അബതിയെ നന്റെ പിർസത്തെ അബ്ബ ലാ തഅബുദി ശൈത്താൻ ശൈത്താനെ നിങ്ങൾ ആരാധിക്കണ്ട അവൻ ആര് ചൊന്നിട്ടെങ്കിൽ ഇന്ന ശൈത്താന കാന ലി റഹ്മാനി അസിയ റഹ്മാനായ റബ്ബുടെ ആ റബ്ബുടെ ധിക്കരിച്ചവനായിട്ടിക്ക് റബ്ബ കാരണം ഇത് ശൈത്താന്റെ പണിയായിട്ടിക്കരുത് ആരാധിക്കണ്ട
ചമ്മച്ചൊന്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, പ്രയത്നವಂತ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ടെങ്കിൽ ഏത് കാലത്തിൽ ഉള്ള പോലെമേ തിരിച്ചിട്ടൊരു പ്രതിക്രിയായിട്ട് അബ്ബൽ നിന്ത് ഏത് കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല ആൾമാർക്ക് അങ്ക് പൂടമാല ആ റായത്തെ ആൾമാർ ഇടില്ല, അങ്ക് കയ്യടി കിട്ടില്ല, അങ്ക് നല്ല സ്ഥാനമാനം കിട്ടില്ല. ബദലായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ അല്ലാഹുവെ മാത്രം ആരാധിക്കുക ചൊല്ലുമ്പോ ആ ചൊല്ല ആൾമാർക്ക് ആ റായത്തിൽ പ്രയാസമല്ലാണ്ട് വേറെ ഒന്നും കിട്ടുകയില്ല. കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് തുടങ്ങിയിട്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, അംബിയാ മുർസലീങ്ങളെ ചരിത്രത്തിൽ നോക്കിണ്ടെങ്കിൽ ഒന്നാമത് അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാനും നന്റെ കാലത്ത് മുന്നോൾ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ ചൊന്നതിൽ ഏറ്റവും അഫ്ളലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തിക്റ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന പേരിൽ അംബിയാ മുർസലീങ്ങളും അങ്ങനെ പിമ്പറ്റി ജീവിച്ച അന്യായന്മാരും ജീവിതത്തെ ഒന്ന് എടുത്തു നോക്കിയ കാണുകിട്ടു അങ്ങനെ റായത്തിൽ എനിക്ക് പ്രയാസമല്ലാണ്ട് ഒരു രൂപത്തിൽ അനുകൂലം കിട്ടിയിട്ടില്ല. അതായിട്ട് ഇബ്രാഹിം നബിയുടെ അബ്ബ തിരിച്ചു ചൊല്ലേ ഫലക്കായിട്ട് ഈ പണി നീ നിപ്പാട്ടില്ല. ഏത് പണി? അള്ളാഹുടെ മാത്രം നിങ്ങൾ ആരാധിക്കോ ചൊല്ലെ ഈ ബിസിയ നീ നിപ്പാട്ടില്ലെങ്കിൽ ചൊല്ലാട്ടിക മോണ്ടിക ചൊല്ലേ നിപ്പാട്ടില്ല ലാർജുമന്നക്ക് നിന്റെ അടിച്ചിട്ട് നാണ് ഓടിപ്പാട്ട തിരിച്ച് പ്രതിക്രിയേറ്റ് റബ്ബൽ നിന്ത് നിന്റെ ನಾನು അടിച്ചി ഓടിപ്പാട്ട വഹ്ജുർനി മലിയ ബഹുദൂര നീ നന്നിൽ നിന്ന് ദൂരാവുന്നു നിന്റെ മുട്ട പറഞ്ഞു തീരുന്നു. അങ്ങനെ ഇബ്രാഹിം നബിയുടെ അബ്ബ ഔത്തുൽ നിന്ത് പറത്തിടുമ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇബ്രാഹിം നബി അവിടെ തയ്യാറായില്ല. ഇന്ന് നന്റെ ജീവിതത്തുകാർ ഈ തൗഹീദ് ചൊന്ന പേരില് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന പേരില് നന്റെ അബ്ബ നന്റെ ഔത്തിൽ നിന്ന് പറത്തിടുമ്പോ ഇന്ന് നന്റെ ജീവിതത്തെ ബിസി എന്തിരെ ചൊന്തുല്ലേ ഒരു രൂപത്തുള്ള ചിന്തന ആ മനസ്സിಗೆ കടന്നു വന്നില്ല. ഔത്തുൽ നിന്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റും തയ്യാറായില്ല. തൗഹീദിന്റെ വിഷയത്തില് ഔത്തുൽ നിന്ത് കടന്നു വന്ന് തന്റെ ദൗത്യത്തെ നിപ്പാട്ടില്ല. തന്റെ സമൂഹത്തിട്ട് കടന്നു പോയിട്ട് ആ റായത്തുള്ളേ ജീവനാക്കിട്ടുള്ളേ തന്റെ ഒട്ടിಗೆ ജീവനാക്കിട്ടുള്ളേ ആൾമാരെ അങ്ങനെ മുട്ട കടന്നു പോയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗുണകാംക്ഷയോട് കൂടി നരകത്തിലെ ആ ശാശ്വതമായിട്ട് നരകത്തിലെ ഈ ആൾമാർ കത്തകു തീരാ അതിന് മുമ്പിൽ അനുഭവിക്കോ തീരാ ചൊന്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ റായത്തെ ആൾമാരെ മുട്ട കടന്നു പോയിട്ട് അങ്ങ് ആരാധിച്ചു ഇന്ന് വിഗ്രഹത്തെ മുട്ട കടന്നു പോയിട്ട് അണ്ടത്തെ ആ നാളില് ആ റായത്തെ ആൾമാർ ഉത്സവത്ത് ഒരു ഉത്സവം ചൊന്ത് വേറെ പക്കത്ത് കടന്നു പോയരു അങ്ങനെ വലിയ വിഗ്രഹം ചെറിയ ചെറിയ വിഗ്രഹം അങ്ങ് ആരാധിക്കുന്ന പക്കത്തുണ്ടു. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു പോയിട്ട് തന്റെ കയ്യിലുള്ള ആയുധം എടുത്തിട്ട് ചെറിയ വിഗ്രഹത്തെ എല്ലാം പൊടിച്ചു വിട്ടിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ നാശാക്കി വിട്ടിട്ടു വലിയ വിഗ്രഹത്തെ അങ്ങനെ വിട്ടുവിട്ടിട്ടു. ഒരു ഹിക്മത്തെ ഇട്ടിക്കറ് ഇബ്രാഹിം നബി അവിടെ പ്രയോഗാക്കരെ അങ്ങനെ തന്റെ കയ്യിലുള്ള ആയുധത്തെ വലിയ വിഗ്രഹത്തെ കൽത്തുക്ക് നേത്ത് പാട്ടിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് തിരിഞ്ഞു പോകണ്ടു. അങ്ങനെ ആൾമാര് അങ്ങ് ആരാധിച്ചു ഇന്ന് ഈ ആരാധ്യന്മാരെ മുട്ട കടന്നു വരുമ്പോ ചെറിയ ആരാധ്യന്മാരെല്ലാം പൂളായിട്ടുണ്ട് അവിടെ. അപ്പൊ അവിടെ കേട്ടോരു ആ ആൾമാർ കേട്ടോരു ഖാലു മൻ ഫഅല ഹാദാ ബിആലിയതിന ഇന്നഹു ലമിനൽ ളാലിമീൻ. അതായത് ആ റേറ്റിക്ക് നിങ്ങൾ ഇലാഹുമാർ ഈ സ്ഥിതിക്ക് എത്ത ಬಂದವನು ಅವನು ಅಕ್ರಮಿ ಐತಿಕ್ರ ಅಪ್ಪ ಐತಿಕ್ರ ಅವರೋಡು പേര് കേക്കോ ಬಂಡೆ അതൈത്തിക്കറ് പല ആൾമാർ ചൊല്ലിതൈത്തിക്കറ് ഒർത്ത ഉള്ള ഇവിടെ ഈ കുടുംബത്തിൽ ഒർത്ത ഉള്ള അതേപോലെ അങ്ങ് ചൊന്നോരു എന്നേ ഖാലു സമീഅനാ ഫതൻ ഒർത്തര വിഷയത്തിൽ ഞങ്ങളോട് കേട്ടോണ്ടുള്ള യദ്കുറുഹും യഖാലു ലഹു ഇബ്രാഹിം അവന്റെ പേര് ഇബ്രാഹിം ആയിട്ടിക്കറ് അവനൈത്തിക്കറ് ഞങ്ങളെ വിഗ്രഹത്തെ എതിരായിട്ട് ഈ റായത്തിൽ പലക്ക് പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വിഗ്രഹത്തെ മുട്ട അങ്ങ് കൂട്ടി വന്നോറും കൂട്ടി വന്നിട്ട് ഇബ്രാഹിം നബിക്ക് അങ്ങ് കേട്ടോറു ഞങ്ങളെ ആരാധ്യന്മാരെ ഇങ്ങനെ ആക്കിയ നീനാക്കിയിട്ടോറു. ഇബ്രാഹിം നബിയുടെ ഉത്തര ಅಂಕ ತಿರ್ಚಿಟ್ಟು ಪಲಕ ಪರಿಯೋ ರೂಪಾತೆ ಪಲಕ ಪರಿಯೋ ಆವಾತೆ ರೂಪದಲ್ಲಿ ಉತ್ತರ ಐತೆ ಇಬ್ರಾಹಿಂ ನಬಿರೆ قال بل فعله كبيرهم هذا فاسألهم إن كانوا ينطقون. അത് ഈ ബെല്ല് വിഗ്രഹത്തെ നിങ്ങൾ കേക്കോറു
കാരണം ഇവിടെ നശിച്ചു പോയിട്ടുള്ള ചെറിയ വിഗ്രഹമല്ലേ, വലിയ വിഗ്രഹം അങ്ങനെ ബാക്കിയുണ്ടല്ലേ. നിങ്ങൾക്ക് ഇബാദത്തെടുക്കില്ലേ, അതിർത്തിക്ക് പ്രാർത്ഥിക്കില്ലേ, അതിർത്തിക്ക് സഹായിക്കില്ലേ, അയക്ക് നേർച്ച കൊടുക്കില്ലേ, എന്തായിട്ടേക്ക് നിങ്ങളെ മനസ്സുള്ളത്? ഇത് കേക്കിട്, ഇത് ഉത്തരത്തന്നുണ്ടല്ലേ. അപ്പൊ ഈ ചെറിയ ചെറിയ വിഗ്രഹത്തെ നാശമാക്കുമ്പോ ഈ വലിയ വിഗ്രഹം നോക്കിട്ടിക്കല്ലേ. അതുകൊണ്ട് അത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വിശ്വാസ കേൾക്കൂ. ആരീ പണിയാക്കിര ചൊന്തു, ആരീ സ്വറ ആക്കിര ചൊന്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശിർക്കാക്കിടെ ആൾമാരുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് പഠിപ്പറ്റുന്ന ആ സന്ദർഭത്തില് ഫറജു ഇല അൻഫുസിഹിം, അങ്ങനെ നഫ്സുകങ്ങ മടിഞ്ഞോറുണ്ടു. എന്തിനാ ഒരു രൂപത്തിലെ അങ്ങനെ മനസ്സിൽ ഒരു ചഞ്ചലത്തായിട്ടവിടെ. കാരണം അങ്ക് തീർച്ചയായിട്ടും ഇബ്രാഹിം നബി കേക്കിട ആ പ്രശ്നം അങ്ക് ഉത്തരം കൊടുക്കുക ആവില്ല. അങ്ക് കൊണ്ടു ഇത് തീർച്ചയായിട്ടും പലക്ക വരില്ല. എന്നിട്ട് ഇത് പലക്ക വരുന്നുണ്ടല്ലേ നിങ്ങൾ ഇതിട്ട് സഹായിക്കേക്കടേ, എന്നിട്ട് ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് ഇത് സഹായിക്കേ. ഇതേ അതിർത്തി മാത്രമല്ല, ദുനിയാവിൽ അല്ലാഹു അല്ലാത്ത ഏതോ ഒരു പടുപ്പിടെ വിളിച്ചിട്ട് ആറ് സഹായിക്കേക്കണ അങ്ങനെ അവസ്ഥ ഇതേ ആയിത്തേക്കര്. ഒരിക്കലും അങ്ക് കേൾക്കൂ സാധ്യമല്ല. വലവ് സമയവും ഇനി കേൾക്കുന്നുണ്ട് നിങ്ങൾ വാദിച്ചെങ്കും മസ്തജാബുലക്കും അങ്ക് ഉത്തര തരണു സാധ്യമല്ല ചൊന്ത് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് കേട്ട പ്രശ്നം കേൾക്കൂടത്തിക ഫറജു ഇലാ അൻഫുസിഹിം, അങ്ങനെ നഫ്സുട്ടിക്ക് അങ്ങ് മടിഞ്ഞോರು. ഫഖാലു ഇന്നകും അൻതും വാലിമൂൻ, അങ്ങനെ കൽബട്ടിക്ക് അങ്ങ് കേട്ടോರು ഞങ്ങൾ അക്രമിങ്ങായമാ, ഞങ്ങൾ അക്രമിങ്ങായമാ. എന്നിട്ടും അങ്ങനെ അഹങ്കാര ബുട്ടില്ല, എന്നിട്ട് അങ്ങനെ അഹങ്കാര ബുട്ടില്ല, എന്നിട്ട് അങ്ങ ഓപ്പൺ ആയിട്ട് ഒരു നാണമില്ലാണ്ട് ഇബ്രാഹിം നബിയുടെ മകനോ ചെന്നോರು ഇത് പലക വരില്ല നിഗൊന്തില്ലേ. ഖുർആൻ ചൊല്ലിയത് ഈ ബെല്ല വിഗ്രഹ പലക വരില്ല നിഗൊന്തില്ലേ. ഇത്ര ഒരു നാണക്കെട്ടിട്ടും അങ്ങ് ആ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്ന ഒരു വിഷയത്തേക്ക് ഉത്തരം ഇല്ല, തിരിച്ചു കൊടുക്കുക നമുക്ക്. അള്ളാഹുടെ വിട്ടിട്ടു ഏതേ പടുപുടെ ആരാധിക്കുന്ന ആൾമാരുടെ അവസ്ഥ ഇതേറ്റേക്കര് തിരിച്ചു ഉത്തര ഇല്ല. എന്ത് പ്രമാണം വെച്ച് വാദിച്ചെങ്കും ಅದಕ್ಕೆ ഉത്തര ശരിയായ ഉത്തര കിട്ടും കിയാമല്ലാത്ത സാധ്യമല്ല. അങ്ങനെ വിട്ടില്ല ഇബ്രാഹിം നബിയുടെ. സീത രാജാവിടെ മുട്ട കൂട്ടിപ്പോയറു, സ്വേച്ഛാധിപതിയായ നമ്രൂദ് ചൊല്ലിയ രാജാവിടെ മുട്ട കൂട്ടിപ്പോയറു. അവിടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദ് കേട്ട ആറ് ഇബ്രാഹിം നിന്റെ റബ്ബു ചെല്ലുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പലക്കായിട്ട് ഒർത്തനേറ്റിക്കറുള്ളത് വേറെ ആരുമില്ല. ഇബ്രാഹിം നബിക്ക് സപ്പോർട്ടായിട്ട് ഇടീ റായ എതിരൈത്തിക്കര്, സ്വന്തം അബ്ബ എതിരൈത്തിക്കര്, ഓർത്തനൈറ്റിക്കർ ഉള്ളത്. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദ് കേക്കിലെ പലക്കൈ ചൊല്ലി പലക്കൈത്തിക്കര് ഇത് കാല ഇബ്രാഹിം റബ്ബി അല്ലദി യുഹീ വ യുമീത് കാല അന ഉഹീ വ യുമീത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്തു നന്റെ റബ്ബാർ ചൊന്നിട്ടായെങ്കിൽ ജീവനം മരണം തണ്ടവനായിട്ട് നന്റെ റബ്ബു. നമ്രൂദ് ചൊന്ന കാല അന ഉഹീ വ യുമീത്, നാനും അതേപോലെ ആക്കറേ. നമ്രൂദ് ചൊന്ന നാനും അതേപോലെ ആക്കറേ. അങ്ങനെ ഒരു അപരാധിരം ഒരു നിരപരാധിരം നമ്രൂദ് വിളിച്ച, എന്നിട്ട് അപരാധിരെ ബുട്ടുപൊട്ട നിരപരാധിരെ കൊണ്ടുകഴിഞ്ഞ. എന്നിട്ട് ഇബ്രാഹിം നബിയുടെ കാട്ടിയതാ നാൻ ഉദ്ദേശിച്ചോണ്ട് ആയുസിനെ കൊടുത്ത് നാൻ ഉദ്ദേശിച്ചോണ്ട് കൊന്നുകഴിഞ്ഞ. തിരിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്നു ഖാല ഇബ്രാഹിം ഫഇന്നല്ലാഹ യഹ്തി ബിശ്ശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എന്നെങ്കിലും നമ്രൂദേ നന്റെ റബ്ബു സൂര്യത്തെ പൂർവത്തിൽ നിന്നെത്തവണ്ട, ശംസുടെ പൂർവത്തിൽ നിന്നെത്തവണ്ട, നീൻ അതിനെന്താക്കുന്നു പശ്ചിമത്തിൽ നിന്ന് കൊണ്ടുവരണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രശ്നത്തിക്ക് സ്തബ്ധനായ നമ്രൂദ് അവനുക്ക് ഉത്തരം ചൊല്ലുകില്ല, സാധ്യമില്ല അവനു. ആ സന്ദർഭത്തിൽ അവിടെ ചർച്ച നടക്കരുത്, ഇതായിട്ടിക്കര് ശിർക്കാക്കിടങ്ങൾ അവസ്ഥ അവസാന കുടുങ്ങുമ്പോ എന്തായെങ്കിലും അവിടെ എന്തായെങ്കിലും എന്താക്കണു ഒരു ഉറപ്പത്തുള്ള ചർച്ചയെ കൊണ്ടുവരണു. എന്തായിട്ട് ചർച്ച ഇബ്രാഹിം നബിയുടെ എന്താക്കരുത് ഇങ്ങനെ വിട്ടെങ്കാവല. ഈ റായത്തിൽ ഇബ്രാഹിം ഇങ്ങനെ വിട്ടെങ്കിൽ ഇവിടെ എല്ലാ രൂപത്തിലും ആൾമാരെല്ലാം ഫിർക്കത്തിലായിട്ട് പോവൂ. അങ്ങനെ പല ചർച്ച വന്ന് അവസാനമായിട്ട് ഒരു ചർച്ച തീരുമാനം എടുത്തത് ഇബ്രാഹിം നബിയുടെ കൊല്ലുകയറ്റിക്കരുത് ഒന്നിങ്ങി തീന്തല്ലത്. പിന്നെ ഒരു ചർച്ച അകത്തില്ലല്ലോ ഇവിടെ. അങ്ങനെ വലിയ തീക്കുണ്ടാറുണ്ടാക്കിയവർ നമുക്ക് ചരിത്രം കൊണ്ടുണ്ടോ? ആ തീക്കുണ്ടാറ് ഉണ്ടാക്കി അങ്കി പോലും അതിന് മുട്ട പോലും സാധിച്ചില്ല. അത്രമാത്രം ആലിക്കത്തരെ
അത്രമാത്രം ചൂടുള്ള ഒരു തീയായിത്തിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം നബിയുടെ ഒരു പാർപ്പാട്ട് പോലത്തെ ഒരു ആയുധത്തെ ഉണ്ടാക്കിയിട്ട് അതിക്ക് കെട്ടിവെച്ചോരു. അങ്ങനെ ഇബ്രാഹിം നബിയും തീയും നേർക്ക് നേരെ എത്തിക്കരുത്. ഇനി ഏതാ നിമിഷത്തേക്ക് ഞാൻ ആ തീക്ക് പുള്ള ഒരു അവസ്ഥ എത്തിക്കരുത്. ഇടീ റായത്തങ്ങ് എതിരായിട്ട് ഒരാള് ഇബ്രാഹിം നബിക്ക് സപ്പോർട്ട് ആയിട്ടില്ല. ഇബ്രാഹിം നബിക്ക് അനുകൂലമായിട്ട് ഒരാളും അവിടെ ഇല്ല. ഇനി ഏതാ നിമിഷത്തിൽ ആ തീരെ മുന്നിൽ നിൽക്കേ നോക്കുക, ആ മനസ്സിലുള്ള ഈമാൻ എന്തായിട്ടിക്കോ അതിനെ മനസ്സിലാക്കുക. അള്ളാഹുടെ മേലുള്ള തവക്കലും ആ നേരത്ത് പോലും നന്റെ റബ്ബു നന്റെ കൈ വിടില്ല ചൊല്ല തവക്കലുണ്ടല്ലേ, അതായിട്ടിക്ക് ഓരോരോ മുഅ്മിനിക്ക് ബേനായത്. തീ കണ്ടോണ്ടുണ്ട്, എങ്ങനത്തെ തീ, ആ തീയുടെ മേൽ പക്കിങ്ങ പോലും പാറുക ഇല്ലാണ്ട് അത്രമാത്രം ആലിക്കത്ര ചൂടുള്ള തീയായിത്തിക്കറ്. അപ്പൈത്തിക്കർ നസലൽ അവീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ മുട്ട കടന്നു വന്നത്. ഇബ്രാഹിം നബിയുടെ മുട്ട കടന്നു വന്നത് എന്തൊക്കെ ഒരു സഹായിയായിട്ട്. ഹല്ലക ഹാജയ ഇബ്രാഹിം, തീ കുണ്ടാരത്തെ മുന്നിൽ നിൽക്കുന്ന ഇബ്രാഹിം മുട്ടിക്ക് കേക്കറേ നിക്കെന്താ സഹായ വേണ, ഹെൽപ്പ് വേണ കേൾക്കാറ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ സഹായത്ത് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വീകരിച്ചില്ല. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, തന്റെ റബ്ബിനക്ക് മയ്യാവോ, നിന്റെ സഹായ വേണ്ടനക്ക്. ആരാദർശത്തെ വാദിച്ചിട്ട് ഈ മരിക്കുക തയ്യാറായിട്ട് ഞാൻ തീരെ മുന്നിൽ നിன்றേ ആ റബ്ബുനക്ക് മയ്യാവോ ചൊന്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊന്നേക്ക്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹനീഫ് ആണ്ട് അതിലേക്ക് പേരുള്ളത്. കാരണം രുജു മനസ്സുള്ള ആള് തന്റെ റബ്ബുടെ നടുലോ ഒന്നും ഇഷ്ടപ്പെടില്ല. തന്റെ റബ്ബുടെ നടുലോ ഒരു പടുപ്പടും കടന്നു പണ്ടത് ഇഷ്ടപ്പെടില്ല. അതേറ്റിക്കറ് ആ ഇബ്രാഹിമിയുടെ മാർഗത്തെ നിങ്ങൾ പിമ്പറ്റോറും ഖുർആൻ ചൊന്നി. ആ തൗഹീദ് വിഷയത്തിൽ ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗത്തെ പിമ്പറ്റോറും. അങ്ങനെ ആ തീ കുണ്ടാരത്തെ മുന്നിൽ നിൽക്കുന്ന സന്ദർഭത്തില് നക്ക് നന്റെ റബ്ബുമായി ചൊല്ലുമോ പിന്നത്തെ ചരിത്രം നമുക്ക് ഗൊന്തുണ്ടോ. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും ഖുദ്റത്തുള്ളവനായിട്ടിക്കറ, സാമർത്ഥ്യമുള്ളവനായിട്ടിക്കറ. ആ തീ ഇബ്രാഹിം നബിക്ക് സംഭവിത്ത് ഈ വിഷയത്തെ എടുത്തിട്ട് ചൊല്ലിയ ഒരാളുണ്ട്, മഹാനായ മൊഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹ്. അയാളുടെ കിതാബിലോ അയാൾ പ്രശ്നമുണ്ട്. അല്ലാഹു കേൾക്കുന്ന ഒരു പ്രശ്നം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ അടിമയ്ക്ക് അല്ലമയ്യാവില്ല ചൊല്ലുമോ മഹാനായ മൊഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹ് അയാൾ ഈ ചരിത്രം അവിടെ കൊണ്ടുവന്നേ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ അടിമയ്ക്ക് അല്ലമയ്യാവില്ല ചൊല്ലുമോ. ഇതാ ഇബ്രാഹിം നബിയുടെ ഈ തീക്കുണ്ടാരത്തെ ഈ ചരിത്രം കൊണ്ടുവന്ന് ചൊല്ലു, ഹസ്ബി അല്ലാഹ് നക്ക് നന്റെ റബ്ബുമായി ചൊന്തു. അതൈത്തിക്കറ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ അടിമയ്ക്ക് അല്ലമയ്യാവില്ല ചൊല്ല് പ്രശ്നക്ക് ഉത്തര ചൊന്തു. മഹാനായ മൊഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹ് പടി ಬರ್ತಾನೆ. അത്ര ക്ലിയർ ആയിത്തിക്കറ് ആ മാർഗ, അത്ര സ്പഷ്ടമായിട്ടിക്കറ് ആ മാർഗ. ഇങ്ങനെ തൗഹീദിന്റെ വിഷയത്തെ തന്റെ കുടുംബത്തൊട്ടിക്കും തന്റെ റായത്തൊട്ടിക്കും തന്റെ റായത്തെ ഭരണാധികാരിയായ സ്വേച്ഛാധിപത്യം നമ്മുടെ മുന്നിൽ ചൊന്നിട്ടും എന്നിട്ട് ആ തൗഹീദിനെ ചൊന്ന പേരില് തീക്കുണ്ടാരത്തെ മുന്നിൽ നിക്കോ ബന്ന ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന കൂടി മനസ്സിലാക്കണം. അത് മുവഹിദിങ്ങ പ്രാർത്ഥിക്കുന്നു എപ്പോൾ എന്തായിട്ടിക്കറ് വജ്നുബ്നി വബനിയ അൻ നഅബ്ദുൽ അസ്ലാം. അല്ലാഹുവേ നണ്ടും നന്റെ മക്കളെ ഇബ്രാഹിം പ്രാർത്ഥിക്കേ, നന്റെ മക്കളെ ഈ വിഗ്രഹാരാധത്തിൽ നിന്ന് നീ ദൂരാക്കുന്നു. ആര് പ്രാർത്ഥിക്കേ? നിസ്സാരമായ ആളല്ല, ചെറിയ ആളല്ല, ഖലീലുള്ളാഹ് അല്ലാഹുവിന്റെ ചങ്ങായി ചൊന്ത് വിശേഷിപ്പിക്കപ്പെട്ടെ തൗഹീദിന്റെ പേരിൽ സ്വന്തം ശരീരത്തെ തീക്കുണ്ടാരത്ത് മുന്നിൽ നിൽക്കുമെന്ന് ആ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നേ. വജ്നുബ്നി വബനിയ അൻ നഅബ്ദുൽ അസ്നാം. ഞങ്ങൾ പ്രാർത്ഥിക്കണമാ, ഞങ്ങൾ ദുആർക്കണം. അല്ലാഹുവേ മരിക്കറോത്തോളി തൗഹീദിന്റെ മാർഗത്തിൽ നിന്നിപ്പാട്ടും ചൊന്തല്ലേ അയാൾ പ്രാർത്ഥിക്കും. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കരുത്. അത് ഇബ്രാഹിം നബി മാത്രമല്ല, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താവുടെ നേരത്തേക്ക് അല്ലെ ഒരു അബ്ബ മരിക്കുന്ന സന്ദർഭത്തിൽ ബൈസ്ര കാലാകുമ്പോ സ്വത്തെല്ലാം ഓതി വയ്ക്കരുത്. നന്റെ മരണശേഷ നന്റെ സ്വത്ത് നന്റെ മക്കൾക്ക് കിട്ടും ചൊന്ത് എല്ലാ വില്ലെല്ലാം എഴുതിട്ട് അത് റെക്കോർഡ്സ് എല്ലാം ക്ലിയർ ആക്കരുത്.
യാക്കൂബ് നബിക്ക് ആ ടെൻഷൻ അല്ല ഉള്ളത്. ബദലായിട്ട് ഇത് ഹദറ യാക്കൂബൽ മൗത്ത് ഇത് ഖാല ലി ബനീഹി മാ തഅബുദൂന മിൻ ബഅദി. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണാസന്ന അവിടെ സന്ദർഭത്തിൽ വഫാത്ത് അവിടെ സന്ദർഭത്തിൽ തന്റെ മക്കൾക്ക് ഒരു പ്രശ്നം കേൾക്കരുത്. എന്തായിട്ടേക്കരുത്? മാ തഅബുദൂന മിൻ ബഅദി, നന്റെ മരണ പിന്നെ നിങ്ങൾ ആരാധിക്കറോ? യാക്കൂബ് നബിയുടെ പ്രശ്നം ഇട്ടിരിക്കുന്ന മക്കളുടെ മകനെ അത്ര സ്വത്തും അത് ഇത് നിക്ക് ചൊന്നല്ല യാക്കൂബ് നബി. ബദലായിട്ട് ദുനിയാവിൽ എന്റെ മക്ക എത്രേ പ്രയാസത്തെ സഹിച്ചെങ്കും മരണാനന്തരം എന്റെ മക്കൾ സോത്തു പോണു തീരാ, ആഖിറത്തിൽ എന്റെ മക്ക നഷ്ടപ്പെട്ടു പോന്തിരാ. ആ മക്ക എല്ലാ മക്ക ഇബ്രാഹിം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത ഉത്തര ഉറപ്പ് കൊടുത്തു. ഖാല നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ നഹ്നു ലഹു മുസ്ലിമൂൻ. അബ്ബാ യാക്കൂബ് നബിയുടെ ചൊല്ലേ വഫാത്താവ് പോണ്ട് യാക്കൂബ് നബിയുടെ ചൊല്ലേ ഞങ്ങൾ അബ്ബമാരായ ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയും റബ്ബ് ഓർത്തനേറ്റിക്കട ആ റബ്ബിനെ മാത്രം ഞങ്ങൾ ആരാധിക്കറ. നമുക്കൊരു ക്ലിയർ ആക്കി യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തെ ക്ലിയർ ആക്കണം. ഇവിടെ തന്റെ മക്കളുടെ തൗഹീദിന്റെ വിഷയത്തിൽ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും മക്കളെ ഇതിൽ നിങ്ങൾ നിലനിൽക്കും ചൊന്ത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ നബിമാർക്ക് അതേറ്റിക്ക് ഭയപ്പാട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചത് ശിർക്ക് ബന്റെ വിഷയത്തിൽ അതേറ്റിക്ക് ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ ഞങ്ങൾ പഠിക്കുള്ളത്. അതുകൊണ്ട് ഓരോരോ മോഹിദ് ഇങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കുന്നു സഹോദരന്മാരെ. ഈ തൗഹീദ് ചൊല്ലത് ഇത് എപ്പോഴും പഠിച്ചോണ്ടിരിക്കരുത്, കേട്ടോണ്ടിരിക്കുന്ന വിഷയമായിട്ടിരിക്കണം. കാരണം ഇത് നഷ്ടപ്പെട്ടു പോയിട്ടെങ്കിൽ ഞങ്ങൾ ആഖിറത്തേക്ക് നഷ്ടപ്പെട്ടു പോണ്ടേ. ഇന്ന് ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ രണ്ടാമത്തെ വിഷയം പൽക്ക പറയുള്ളത് ചൊല്ലുള്ളത് പരീക്ഷയുടെ മേൽ പരീക്ഷയിലേക്ക് കടന്നു വന്നിട്ട് ഓരോരോ പരീക്ഷങ്ങ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ കടന്നു വന്നിട്ട് എന്നിട്ട് ആ പരീക്ഷയിലൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈമാനോട് കൂടി പാസ്സായിട്ട് അതല്ല അല്ലാഹു ചൊല്ലേ വഇദ് ഇബ്തല ഇബ്രാഹിം റബ്ബുഹു ബി കലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജായിലുക ലിന്നാസിൽ ഇമാമ. വഇദ് ഇബ്തല ഇബ്രാഹിം റബ്ബുഹു ബി കലിമാത്തിൻ, ഇബ്രാഹിം നബിയെ ചില കലിമത്ത് കൊണ്ട് ഞങ്ങൾ പരീക്ഷയാക്കിയ എന്നിട്ട് അല്ലാഹു ചൊല്ലി അതിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആര്? ഇബ്രാഹിം നബി പൂർത്തിയാക്കിയിട്ട് എന്നിട്ട് ഇബ്രാഹിം നബിക്ക് സ്ഥാനമാണ് അല്ലാഹു കൊടുത്ത ഖാല ഇന്നി ജായിലുക ലിന്നാസി ഇമാമ, എല്ലാ മനുഷ്യന്മാരുടെ ഇമാമാക്കി അല്ലാഹു സുബ്ഹാനഹു തആല. അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖസസില് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പാത്തന്റെ ഒരു വിഷയത്തിക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതായത് ഫിർഔനിൽ നിന്ന് പ്രയാസത്തെ മേൽ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടല്ലേ മൂസാ നബിയുടെ ആൾമാട്ടിക്ക് അങ്ങനെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്നുപോയാൽ പിന്നെ എല്ലാ പരീക്ഷ അനുഭവിക്കുന്ന എല്ലാ സത്യവിശ്വാസികൾ മനസ്സിലാക്കുള്ള ഒരു ആയത്തേറ്റിക്ക് അല്ലാഹു ചൊല്ലേ വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തളീഫു. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലേ അതായത് മൂസാ നബി ഫിർഔനിൽ നിന്ന് ചമ്മരൂപത്തിലെ പ്രയാസത്തെ അനുഭവിച്ചിട്ട് പെരാണ് മക്കളെ ഫിർഔൻ കൊന്നു കഴിഞ്ഞ അങ്ങനെ പ്രയാസത്തെ അനുഭവിച്ചിരിക്കേ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലിയ ഒരു ഫലാക്കായിട്ടിരിക്കേ വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തളീഫു. അതായത് അടിച്ചമർത്തൽപ്പെട്ട ഈ ദുർബലമാട്ടിക ഔദാര്യ കാട്ടുകയറ്റിക്ക് ഞങ്ങൾ ആഗ്രഹിക്കേ. അതർത്ഥം എന്തൊരു ചോദ്യണ്ടായെങ്കിൽ നിങ്ങൾ ഇപ്പൊ പ്രയാസം ബന്ധുണ്ടായെങ്കിൽ നിങ്ങൾക്ക് നല്ല സൗഖ്യമുള്ള ജീവനത്തെ അല്ലാഹു ഈ ദുനിയാവിൽ തണ്ട. അല്ലാഹു ചൊല്ലി നിങ്ങൾ ഇപ്പൊ ഈ പരീക്ഷ അനുഭവിക്കണോ, എന്നിട്ട് ഈ പരീക്ഷ അനുഭവിച്ചിട്ട് നിങ്ങൾ അല്ലാഹു ഇങ്ങനെ വെറുതെ വിടില്ല, ബദലായിട്ട് നിങ്ങൾ അടിച്ചമർച്ചൽപ്പെട്ട നിങ്ങൾക്ക് ഔദാര്യം നിങ്ങൾ കാട്ടുക ആഗ്രഹിക്കാനായിട്ട് ഖുർആൻ അല്ലാഹു ചൊല്ലി. ഈ പരീക്ഷയുടെ പേരോളോ ഒരു സൗഖ്യം നിങ്ങൾ കടന്നു പറഞ്ഞുകൊണ്ടു ഇപ്പൊ അനുഭവിക്കുന്ന ഈ പ്രയാസത്തെ മേല് ഒരു സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ മാത്രമല്ല വനജഅലഹും ഉമ്മത്തിൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ നിങ്ങളെ അല്ലാഹു നേതാക്കന്മാരായിട്ട് ആക്കുക. അല്ലാഹു ചൊല്ലേ നിങ്ങൾ ഈ പരീക്ഷ വരുമ്പോ ഉടനെ മനസ്സിലാക്കുള്ള വിഷയ ജീവിതത്തിൽ പരീക്ഷ നേരിടുമ്പോ അല്ലാഹുട്ടിക്കുള്ള പ്രാർത്ഥനയും സബറും ഇത് രണ്ടും വേണം. ഇത് രണ്ടുണ്ടെങ്കിൽ ആ പരീക്ഷയിൽ ഈമാനോട് കൂടി പാസ്സായിട്ടെങ്കിൽ ദുനിയാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യത്തെ തണ്ടാം. നിങ്ങൾക്ക് മാത്രമല്ല വനജഅലഹുൽ വാരിസീൻ, നിങ്ങളെ പിൽക്കാല ബണ്ട് നിങ്ങളെ വാരിസീൻക്കും അല്ലാഹു അത് കൊടുക്കുക.
അള്ളാന്റെ വാഗ്ദാന ചൊല്ലപ്പോ ഇത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്ര കഴിഞ്ഞു വന്നതിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ല പല കൈത്തിക്കറ് കാരണം ഞങ്ങളെ കാണിട്ട് മുൻഗാമിങ്ങ അങ്ങനെ പരീക്ഷങ്ങൾ ബെറപ്പാറ്റിട്ടും ചൊന്ത് ഖുർആൻ റസൂലുമാറും അങ്ങം പോലും കേട്ടു മത്താ നസ്റുള്ള അള്ളാന്റെ സഹായം ഞങ്ങൾക്ക് ഇല്ല ചൊന്തു കേൾക്കിടത്തോളം അള്ളാഹു ഞങ്ങളെ പരീക്ഷ അങ്ങനെ വിശുദ്ധ അല്ല ചൊല്ലേ നിങ്ങളെ ഇങ്ങനെ പ്രയാസത്തെ മേലെ പരീക്ഷ ആക്കിയിട്ട് നിങ്ങളെ വെറുതെ ഞങ്ങൾ വിടില്ല ബദലായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മേൽ ഔദാര്യ കാട്ടില്ലേ ഫിറൗനിന് പിന്നെ മൂസാ നബിക്ക് ഔദാര്യ കാട്ടില്ലേ ഫിറൗന്റെ മൂസാ നബിയുടെ ആൾമാർക്ക് ഔദാര്യ കാട്ടില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ പ്രയാസം അനുഭവിച്ചില്ലേ മദീനത്തും പ്രയാസം അനുഭവിച്ചില്ലേ എന്നെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് അധികാരം കൊടുത്തില്ലേ അതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ വിശ്വാസം വെച്ച് അനുയായിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തെ കൊടുത്തില്ലേ ഇന്നും ആ സ്വഹാബിമാരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലേ അതേറ്റിക്ക് അല്ലാഹു ചൊല്ലേ വനജഅലും ഉമ്മതൻ നിങ്ങളെ നേതാക്കന്മാരാക്കുക ഓർക്കണം നിങ്ങൾ ആൾമാർ പിൽക്കാലാം നിങ്ങൾ ഈ മാർഗത്തിൽ നിലയുണ്ടായിക്ക് നല്ല ചൊല്ലേ ഇത് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഇട്ടേക്കരുത് പ്രയാസവനും പ്രതിസന്ധി വരുമ്പോ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത പലക്ക് ചൊല്ലല്ല ഇത് മൈഭാവ ഈ പൊലി തിപ്പാട്ട ഈ ദീൻ ബാൻഡനെ ചൊന്ത് ബുട്ടുകൊണ്ടല്ല ബദലായിട്ട് പ്രാർത്ഥനയോട് കൂടി സബറോട് കൂടി അതിൽ നിന്നെങ്കിൽ അള്ളാഹു തന്റെ വാഗ്ദാനം എത്തിക്കരുത് ഇതായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ രണ്ട് വിഷയം പഠിക്കല്ലോ ഒന്ന് തൗഹീദിന്റെ വിഷയത്തിൽ രണ്ടാമത്തേത് പരീക്ഷ നേരിടുമ്പോ ആ പരീക്ഷയിൽ ഈമാനോട് കൂടി പാസ്സായെങ്കിൽ അള്ളാഹ് തന്റെ സ്ഥാനമാനത്തെ വിഷയത്തെ എത്തിക്കരുത് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നോത്തോളം തൗഹീദിന്റെ സുന്നത്തിലെ മാർഗത്തിൽ നിലനിൽക്കും ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗത്തെ പിൻപറ്റും അല്ലാഹു നമുക്ക് എല്ലാവരും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമത്തെ നിർദ്ദേശത്തിനനുസരിച്ച് ജീവിക്കണം ಸ್ವಂತ ನಫ್ಸರೆ ಮಾರ್ಕಂಡು ಓರೋತ್ತರಿಗೆ ಉಪದೇಶ ಹಾಕಿದ್ರೆ ವಸಿಯತ್ತಾಕೊಂಡಿಲ್ಲ. സഹോദരന്മാരെ, രണ്ടാമത്തെ ഖുതുബത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന വിഷയം നിങ്ങൾക്കെല്ലാവരും ഗൊಂತುന്ന പോലെ അറഫ നോമ്പു ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞായറാഴ്ച എത്തിക്കറി ചൊല്ലിയ വിഷയം നിങ്ങൾക്കെല്ലാവരും ഗൊಂತುಂಡು. ഈ നോമ്പുടെ വിഷയത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അതിന്റെ മഹത്വത്തെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തുണ്ട്. സുഇല അൻ സൗമി യൗമി അറഫ ഫഖാല യുകഫിർ സനത്തൽ മാദിയ വൽ ബാഖിയ. അറഫ നോമ്പിന്റെ മഹത്വം എത്തിക്കറ് അത് പിടിച്ചെങ്കിൽ ഒരാൾ അറഫ നോമ്പ് അനുഷ്ഠിച്ചെങ്കിൽ യുകഫിറു സനത്തൽ മാലിയ വൽ ബാഖിയ, കഴിഞ്ഞു പോയത് ഒരു വർഷത്തെയും ഇന്ന് ഭരണകുല്ല ഒരു വർഷത്തെ ചെറിയ ദോഷത്തെ അള്ളാഹു പുറത്തു തന്നെ ചൊന്ത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ಅದರರ್ಥ ಬಂಡೆ ವರ್ಷತ್ತಿಗೆ ದೋಷ ಹಾಕೋಗುಲ್ಲ ಲೈಸೆನ್ಸ್ ಅಲ್ಲ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂದೆದು ಬದಲಾಯ್ತು ಅದಕ್ಕುಲ್ಲ ಮಹತ್ವ ಇಟ್ಟಿಕ್ರು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಂಗೆ പഠിപ്പാത്തൻ്റെത്. അതിൽ വലിയ ദോഷങ്ങൾ പൊറുക്കൽപ്പെടില്ല. അസ്സബഉൽ മൂബിഖാത്ത് ചൊന്തു 7 മഹാപാപ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്നത്. ಅದಕ್ಕೆ ತೌಬಾಕಿತ್ತೆ ಬೇನು, ಶಿರ್ಕ್ ಬೋಲ್ತದೆ, ಬಡ್ಡಿ ಬೋಲ್ತದೆ, ವ್ಯಭಿಚಾರತೆ ಬೋಲ್ತದೆ, അങ്ങനത്തെ യതീമിങ്ങളെ മാൾ തിന്ന വിഷയത്തിൽ 7 മഹാപാപങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്നത്. ಅದಕ್ಕೆ ഞങ്ങൾ അല്ലാഹുവിಗೆ തൗബ ചെയ്യുന്നു. അതല്ലാതെ ചെറിയ ചെറിയ ദോഷം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തണ്ട ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ മഹത്വമുള്ള ഒരു നോമ്പായിത്തിക്കറ് അത് ഞങ്ങൾ മനസ്സിലാക്കും. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കില്ല സഹോദരന്മാരെ, ഈ വിഷയത്തിൽ ഒരു ചർച്ച നടന്നുകൊണ്ടുണ്ടോ? പല ആൾമാർ ചർച്ച ആക്കുക തയ്യാറായിട്ടുള്ളവർ എന്ത് ചൊല്ലിട്ടെങ്കിൽ അറഫ ചൊല്ലത് സൗദി അറേബ്യത്തില് ശനിയാഴ്ച എത്തിക്കറ്. അപ്പൊ ആ നാൾ എത്തിക്കൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ നോമ്പ് പിടിക്കണായത് ചൊല്ലിയ വിഷയ. സഹോദരന്മാരെ, ഈ ചർച്ച ഒരിക്കലും അപ്രസക്തമായ ഒരു ചർച്ച എത്തിക്കറ്. കാരണം ഇസ്ലാമിന്റെ ഇബാദത്തിലെ തിങ്ങളുടെ ഞങ്ങൾ കണക്കാക്കരുത്, മാദത്തെ അനുസരിച്ചിട്ട് എത്തിക്കറ്. ചന്ദ്രതെ അതായത് ഹിലാലിന്റെ അനുസരിച്ചിട്ട് എത്തിക്കറ്. ഞങ്ങൾ ഇസ്ലാമിന്റെ ഇബാദത്തുകളുടെ വിഷയത്തിൽ കാര്യത്തെ ഞങ്ങൾ നോക്കണേ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടിಗೆ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ യസ്അലൂനക അനിൽ അഹില്ല, അതായത് മാദത്തെ വിഷയത്തിൽ ചന്ദ്രത്തെ വിഷയത്തിൽ നിന്റെ ടിಗೆ അങ്ങ് കേൾക്കോറും പ്രശ്ന കേൾക്കോറും കുൽ നിങ്ങൾ ചൊല്ലു കൊടുക്കണു ഹിയ മവാഖിതുൽ ലിന്നാസി വൽ ഹജ്ജ്,
അത് ആൾമാർക്ക് സമയത്തെ അറിയോഗം അതേപോലെ ഹജ്ജിലെ വിഷയത്തും അറിയോഗ എത്തിക്കുറിച്ചൊಂತು വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പാർത്തണ്ട. അപ്പോൾ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുമല്ലേ, മാദത്തെ അനുസരിച്ചിട്ട് അതത് റായത്തിൽ തിങ്ങലിങ്ങ നിശ്ചയിച്ചിക്കരേ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചുണ്ട്, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി. നിങ്ങൾ അത് കാണുമ്പോ, ഏത് കാണുമ്പോ, മാദ കാണുമ്പോ നോമ്പ് പിടിക്കുറിച്ചൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ വഅഫ്തിറു ലിറുയതിഹി എന്നുണ്ടെങ്കിൽ ಅದರ ಕಣ್ಣೆಂಟಂಗೆ ಅದೇ ಮಾದತ್ತೆ ಕಣ್ಣೆಂಟಂಗೆ ಅದರ ಅನುಸರಿಸಿಟ್ಟು ನೋಂಬಿಡಿ ನೀವು ಮುರಿಕೊರ್ಚಂತು ಮಹಾನಾಯ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲം. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബിസിയ ഏതെങ്കിലും ഒരു പ്രദേശത്തുകല്ല ഇത് ചൊന്നത്, ബദലായിട്ട് ഇടീ ദുനിയാവിലുള്ള ആൾമാര് അങ്ങനെ റായത്തില് അങ്ങക്ക് എപ്പ എത്തിക്കറ ഏത് മാത എത്ര താരീഖ് എത്തിക്ക് എത്ര നാളിന്റെ മാത എത്തിക്ക് ചൊന്തോ അതിനനുസരിച്ചിട്ട് എത്തിക്കറ അങ്ങ് മുന്നോട്ട് പോകണം. ഇതൈത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പത്തണ്ട്. അതല്ലാണ്ട് കാലി മക്കത്തുക്ക് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊന്നത്. അപ്പൊ ഈ ഒരു ചർച്ചമേ ഇത് അപ്രസക്തമായ ചർച്ച. കാരണം ഇന്നത്തെ സമൂഹം എങ്ങനെ ചൊന്നെ ചർച്ചയുടെ പേരുള്ള എത്തിക്കുള്ളത് ക്ലിയർ ആയിട്ടുള്ള ബിസി ഇന്നെങ്കും അത് കൊണ്ടുവന്ന് സമൂഹത്തിൽ ചർച്ചയാക്കിയിട്ട് ഫിത്ന ഉണ്ടാക്കിയിട്ട് അവസാനം ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുകിട്ട്. അപ്പൊ ഇതൊക്കെ പാടില്ല സഹോദരന്മാരെ. ഞങ്ങൾക്ക് എപ്പ എത്തിക്കറ് ദുൽഹിജ്ജ ഒലിയുമ്പോ അണ്ടെത്തിക്കർ ഞങ്ങൾ നോമ്പ് പിടിക്കണം. ഇത് അവിടെ അനുസരിച്ചിട്ടല്ല, അവിടെ അങ്ങ് മാതത്തെ അനുസരിച്ച് അങ്ങ് പിടിച്ചോണ്ടുള്ളവരും അങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഇണ്ട്. ചില റായത്തിൽ ജാവുണ്ട്, ഇപ്പൊ ഞങ്ങളിവിടെ പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെ എത്തിക്കറ് ഇതല്ല സാധിക്കര്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇപ്പൊ നോക്കൂ, ഇപ്പൊ ആധുനികമായ സലക്കരണങ്ങൾ ഉണ്ട്. നാളുകളെ തീരുമാനിക്കൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പിടിച്ചിട്ട് ഏതനുസരിച്ചിട്ട് എത്തിക്കറ് ഇബാദത്തുകൾ അങ്ങാക്കി തന്നെ മാദത്തെ അനുസരിച്ചിട്ടായിരിക്കത്. തിങ്ങളുടെ നിശ്ചയിച്ചു ഏതനുസരിച്ചിട്ടായിരിക്കത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു കലണ്ടർ ഉണ്ട്. ഇനി ഇതില്ലാത്ത കാലഘട്ടം ഇല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇതൊക്കെ വ്യക്തമായിട്ടിരിക്കുന്ന ഈ വിഷയ ചൊല്ല വിഷയ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അറഫ നോമ്പോ ഞങ്ങൾക്ക് ഞായറാഴ്ച ദുൽഹിജ്ജ ഒലിമ്പോ ഇവിടെ ഞായറാഴ്ച അണ്ടായിട്ട് ഞങ്ങൾ അറഫ നോമ്പ് പിടിക്കുന്ന വിഷയ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനത്തെ ചർച്ചക്ക് ഒരു സഹോദരന്മാർ ഞങ്ങൾ കടന്നു പോകുന്നതാ അത് വ്യക്തമായിട്ടിരിക്കുന്ന ചൊല്ല വിഷയ കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതേപോലെ അവസാനമായി ചൊല്ലുന്ന വിഷയ സഹോദരന്മാരെ, ലർന്ന ഖുർആന്റെ 13ാമത്തെ അന്തത്തെ എക്സാം ഇതേ ജൂൺ 30 കടന്നു പണ്ട് ഒരു ദുഃഖകരമായ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കണം. ഈ പല്ലിൽ തെച്ചിട്ടുള്ള ഞങ്ങൾ എല്ലാവരും അള്ളാഹുടെ ഏകത്വത്തെ മനസ്സിലാക്കിയങ്ങ പഠിച്ചങ്ങായിട്ടിക്കറ തൗഹീദ് ഉൾക്കൊണ്ടങ്ങായിട്ടിക്കറ. അപ്പൊ അള്ളാഹു തന്നെ ഇത്ര വലിയ ഞാമത്തുക അവന്റെ കലാമിന്റെ പഠിക്കൂല്ലേ ഒരു സുവർണാവകാശ ആയിട്ടിക്കറ്. ഇവിടെ പോണെന്ന് 12ന്റെ അന്തത്തെ തോല് എക്സാം നടന്നു. എക്സാം വിടോರು ഇവിടെ എത്ര ബുക്കുങ്ങ ಬಂತು. ആ ബുക്കിൽ 10 പോണ്ടേ. എന്റെ സഹോദരന്മാർ ഞങ്ങൾ ഇതിൽ പെറുജാരി ഉണ്ടല്ലേ, നമ്മൾ പഠിക്കണ്ടേ. അള്ളാഹുടെ ഖുർആനല്ലേ സുലാഭമാക്കുക. ಅದರ ಅರ್ಥ ಕೂಡಿ ಅದರ ವ್ಯಾಖ್ಯಾನ ಕೂಡಿ ಚಮ್ಮೆ ಪನ್ನಿ എടുത്തിട്ട് ആക്കി തന്നെ ഒരു ബുക്ക് എത്തിക്കരുത്. അതുകൊണ്ട് എല്ലാരും ആ ബുക്ക് എടുക്കണം. എടുത്തിട്ട് ഒരു അര ഗಂಟೆയും 24 ಗಂಟೆ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നെ തിന്നണ്ടെങ്കിൽ അവന്റെ ദീൻ പഠിക്കുക ഒരു അര ഗಂಟೆയും ഞങ്ങൾ മീസലಬೇಕು സഹോദരന്മാർ. ഇല്ലെങ്കിൽ കേദിക്കോ വരും. മരണാനന്തര ജീവിതത്തിൽ നഷ്ടത്തിലായിട്ട് പോകും. അള്ളാഹുടെ മുന്നിൽ കണ്ണ് കാണാത്ത ആൾമാരായിട്ട് ആഖിറത്തിൽ നിൽക്കോ വരും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ആ ബുക്ക് ഫ്രീ ഉണ്ട്. എടുത്തു പോയിട്ട് പഠിക്കും സഹോദരന്മാരെ. കൃത്യമായിട്ട് 3 സൂറത്തുണ്ട്. അതില് സൂറത്ത് യാസീൻ, സൂറത്ത് സബ, സൂറത്ത് ഫാത്തിർ. എന്തായിട്ട് അള്ളാഹു ഈ സൂറത്തിൽ ഞങ്ങളുടെ പൽക്കവരെ എന്തായിട്ട് അതിൽ ബിസി അള്ളാഹു ഞങ്ങളുടെ ചർച്ചയാക്കരെ ഞങ്ങൾക്ക് എത്ര ആൾ ഗുണത്തുണ്ടോ. അതുകൊണ്ട് പഠിക്കുക തയ്യാറാവണം. ചെന്നല്ലേ ചർച്ചയുടെ പേര് പോയിട്ടല്ല ഞങ്ങൾ ബദലായിട്ട് സ്വയം പഠിക്കുക തയ്യാറാവണം. പഠിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇൽമ നേടിയെടുക്കാൻ സാധ്യവിടെ. അതുകൊണ്ട് ഖുർആൻ അത് ഞങ്ങളുടെ മേൽ കഡ്ഡായമായിട്ട് പഠിച്ചു തീർന്നായിട്ട് ಅದಕ್ಕುള്ള ವ್ಯವಸ್ಥೆ നടന്ന ഖുർആൻ. അതുകൊണ്ട് ഈ പട്ടത്തെ എക്സാം ഈ ജൂൺ തിങ്കളിലെ 30 താരീഖ് ഈ പള്ളിയിൽ നടക്കരുത്. എല്ലാവരും ഓതി തെല്ലിട്ട് ഞങ്ങൾക്ക് എത്ര ഇതിൽ ഇൽമ കിട്ടിച്ചൊന്നില്ല ഒരു പരീക്ഷ എത്തിക്കരുത്. എല്ലാവരും ഭാഗവഹിസണു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് മാർഗത്തിൽ സുന്നത്തിന്റെ മാർഗത്തിൽ മരിക്കറൗത്ത് നിലനിൽക്കുകയും അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങളൊരു സഹോദരൻ ഈ പള്ളിക്ക് നിസ്കരിക്കപ്പെട്ട സഹോദരൻ ഒരു മാരകമായ സീക്കില് പ്രയാസ ബുദ്ധിമുട്ട് അനുഭവിച്ചുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കുദ്റത്തുള്ളവനായിട്ട് അള്ളാഹുവേ നീ അയാൾക്ക് പരിപൂർണമായ സിഫത്തെ ആരോഗ്യത്തെ അള്ളാഹുവിനെ കോർത്ത് അനുഗ്രഹിക്കണം. അള്ളാഹുവേ അങ്ങനത്തെ മാരകമായ സീക്കിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും നീ കാത്തു സലാമത്താക്കണം. അള്ളാഹുവേ
മരിക്കും ഈമാനോട് കൂടി മരിക്കൂ. അള്ളാഹുവിനെ ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം. അള്ളാഹുവേ തൗഹീദിലെ ആ മാർഗത്തിൽ അണ്ണുമണ്ണി ഗാത്രത്ര ശിർക്ക് പറയാത്ത പോലെ ആ തൗഹീദിൽ അടിവെച്ച് ജീവനാക്കൂ. അള്ളാഹുവിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം. അള്ളാഹുവേ ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട് ഇണ്ടുകും എത്രമാ സഹോദരന്മാർ അന്യായത്തിൽ ബന്ധനത്തിലുള്ളവരും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങ് പരിപൂർണമായി ന്യായത്തെ കൊടുത്തു അങ്ങനെ കുടുംബത്തൊട്ടിಗೆ ಸೇರೋಗು. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിനെ എല്ലാ നമത്തുള്ള പ്രയാസത്തിന്റെ പ്രതിസന്ധിയിലിருந்து അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി എത്രമാ ಹಿರಿಯ വ്യക്തികൾ സഹോദരന്മാർ അബ്ബമ്മമാർ എല്ലാവരുടെ കബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ എല്ലാവരുടെ കബർ അള്ളാഹു പ്രകാശത്തിലാക്കി കൊടുക്കട്ടെ. അങ്ങനെ ജീവിതത്തിൽ എന്ത് യാറ് കൂടി വന്ന ഗഫാറായ ഗഫൂറുൽ വദൂദായ അള്ളാഹു നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കണം. അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിട്ടും അറിയാണ്ട് ഈ നേരത്തോളം കടന്നു വന്നെ എല്ലാ ചെറിയ വലിയ ദോഷത്തെ അള്ളാഹുവിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തന്ന് അനുഗ്രഹിക്കണം. അള്ളാഹുവേ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊല്ലുന്നു സന്തോഷത്തോടു കൂടി ഖുശിയോടു കൂടി നിന്റെ കണ്ടുമുട്ടിയ ആൾമാരുടെ കൂട്ടത്തില് അള്ളാഹുവിനെ ഞങ്ങളെല്ലാവരും മുൻപെടുത്തി അനുഗ്രഹിക്കണം. അള്ളാഹുവേ നരകത്തിൽ നിന്ന് കാത്ത് സലാമത്താക്കണം. അള്ളാഹുവേ സ്വർഗത്തിൽ സുഖസമ്പൂർണമായ ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ എല്ലാവരും നീ ഒരുമിച്ച് കൂട്ടൻ. അള്ളാഹുവേ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത് اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.